അതേപോലെ തന്നെ പ്രശ്നങ്ങൾ ഒരുപാട് മുമ്പ് വന്നതാണ് സർവ്വതും കേൾക്കാത്ത കാലഘട്ടം അത് രണ്ടാം ഭാഗത്തില് പക്ഷെ മോഹൻലാൽ റീച്ചബിളല്ല ഇപ്പൊ അങ്ങനെ അങ്ങനെയൊക്കെ ഉപകാരങ്ങൾ സിനിമകൾ ഇക്കാലകാലം ഈ രണ്ടുപേർ എങ്ങനെയാണ് ഇതൊക്കെ ഇപ്പോൾ ഈ പഴയ സിനിമകളെ അത് നോക്കാൻ പേരിട്ട് വീണ്ടും വരുന്നു ചർച്ച ചെയ്തൊക്കെ നോക്കുന്നതായി ആ കഥാപാത്രം അങ്ങനെയുള്ളൊരു ഒരു തിരിച്ചുപോക്കൊക്കെ ഉണ്ട് അതെങ്ങനെയാണ് ഇത് ഒരുപാട് നല്ല കണ്ടന്റ് ഇപ്പോഴും വരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അപ്പോൾ അപ്പോൾ പോലെ അങ്ങനെ അത് സിനിമയിലേക്ക് പോലുള്ള സംവിധായകർക്ക് പരമാവധി ദൃശ്യവൽക്കരിക്കാനുള്ള ഓപ്ഷൻസ് കൊടുക്കുക അങ്ങനത്തെ അതെ അടുത്ത
നൽകിയിട്ടുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ പുതിയ ഓപ്പറേഷൻ വിജയ് മുതൽ ഓപ്പറേഷൻ സിന്ധു വരെ പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ സൈനിക പ്രവർത്തനങ്ങൾ വികസിച്ച വഴികൾ സ്വാതന്ത്ര്യത്തിന് ശേഷം പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ പ്രധാന സൈനിക നടപടികൾ എന്തൊക്കെയാണ്? ആദ്യത്തെ വെസ്റ്റ് കാശ്മീർ വാർ എന്നറിയപ്പെടുന്ന 1947-48 ഇന്ത്യ പാകിസ്ഥാൻ സ്വാതന്ത്ര്യത്തിന് ശേഷം 1947 ഒക്ടോബറിൽ ഓരോ സായുധ സംഘങ്ങളും പാകിസ്ഥാൻ റെഗുലേറ്റർമാരും ജമ്മു കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറിയപ്പോഴാണ് പാകിസ്ഥാൻ ആക്രമണത്തിനെതിരെ ഇന്ത്യയുടെ ആദ്യ സൈനിക പ്രകടനമുണ്ടായത്. പാകിസ്ഥാൻ ഓപ്പറേഷൻ ഗുരുമാർഗ് എന്ന രഹസ്യ നാമകരണം ചെയ്ത ഈ കടന്നുകയറ്റം 1947 ഒക്ടോബർ 27 ശ്രീനഗറിലേക്ക് സൈനിക വ്യോമാക്രമണം നടത്താൻ ഇന്ത്യയെ പ്രേരിപ്പിക്കുകയാണ്. 1949 ജനുവരി ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ വെടിനിർത്തൽ കരാർ ഒത്തുവയ്ക്കുന്നത് വരെ ഈ ഒരു സംഘർഷം നീണ്ടു. ജമ്മു കാശ്മീരിന്റെ ഏകദേശം 2/3 ഇന്ത്യയുടെ നിയന്ത്രണത്തിലും ബാക്കിയുള്ള ഭാഗം ഇപ്പോൾ പാകിസ്ഥാനെ നിയന്ത്രണത്തിലാണ്. രണ്ടാമത്തേത് 1965 ഇന്ത്യ പാകിസ്ഥാൻ. അതിൽ ആദ്യത്തേത് ഓപ്പറേഷൻ വെടിലാണ്. 1965 ഇന്ത്യ പാകിസ്ഥാനിൽ ഇന്ത്യൻ നാവികസേനയുടെ പ്രവർത്തനങ്ങൾക്കുള്ള പൂർണ്ണനാമമായിരുന്നു ഓപ്പറേഷൻ വെടി. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരം സംരക്ഷിക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. കാര്യമായ ആക്രമണങ്ങളൊന്നും നടന്നിട്ടില്ലായെങ്കിലും ഈ ഒരു ഓപ്പറേഷൻ നാവികസേനയുടെ തന്ത്രപരമായ പുനർവിചിന്തനത്തിന് കാരണമാവുകയും തുടർന്നുള്ള വർഷങ്ങളിൽ കൂടുതൽ ശക്തമായ നാവിക തന്ത്രം രൂപീകരിക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്തു. അടുത്തത് ഓപ്പറേഷൻ വെടി. 1965 ഓഗസ്റ്റ് പൂർണ്ണമായ യുദ്ധത്തിന് തൊട്ടു മുൻപായി പാകിസ്ഥാൻ തീരവിശേഷാക്രമണത്തിന് മറുപടിയായി കാനഡി മേഖലയിൽ ഇന്ത്യൻ സേന നടത്തിയ പരിമിതമായ ആക്രമണമായിരുന്നു. ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന്റെ ഫോർവേഡ് പോസ്റ്റുകൾ വിജയകരമായി കീഴടക്കുകയും ലഡാക്കിന്റെ ചില ഭാഗങ്ങളിൽ തന്ത്രപരമായ മേധാവിത്വം നമസ്കാരം. രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകിയാണെന്ന് ഒരിക്കൽ നരേന്ദ്രമോദി പറഞ്ഞത് ജമ്മു കാശ്മീരിലെ ഉരി ഭീകരാക്രമണത്തിന് ശേഷമാണ്. പഹൽഗാമിലെ ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാക് സിന്ധു നദീജല കരാർ നിർത്തലാക്കിയതിനു ശേഷം കേന്ദ്ര ജലവകുപ്പ് മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ആ വാചകം ആവർത്തിച്ചു. ഓപ്പറേഷൻ സിന്ധു അവസാനിച്ചിട്ടില്ലെന്ന് ഇന്ത്യൻ സേന ഇതാ ഇപ്പോഴും ആവർത്തിച്ചു പറയുമ്പോൾ അർത്ഥം അത് തന്നെയാണ്. ഇന്ത്യ തിരിച്ചെടുത്തത് ഭീകരവാദത്തിനെതിരെയാണെന്ന് ആവർത്തിച്ചു പറയുകയായിരുന്നു 3 സേനകളുടെയും മേൽവരണം. പഹൽഗാമിൽ മാത്രമല്ല, നമ്മൾ പകർന്നിരിക്കുന്നത് കാണ്ഡഹാറിൽ കൂടിയാണ്. തീവ്രവാദികളെ ലക്ഷ്യമിട്ട് തുടങ്ങിയ ഇന്ത്യയുടെ പ്രതിരോധം സാധാരണക്കാരെ പാകിസ്ഥാൻ ലക്ഷ്യമിട്ടപ്പോഴാണ് സൈനിക കേന്ദ്രങ്ങളിലേക്കുള്ള തിരിച്ചടിയാക്കി രാജ്യം മാറ്റിയതെന്ന് വിജയ് മൊയ്ക്കേത്, രാജീവ് ഖായ അടക്കം ഇപ്പോൾ ലോകത്തിന് മുന്നിൽ തന്നെ വിശദീകരിക്കുകയും ചെയ്തിരിക്കുന്നു. തീവ്രവാദത്തിന് വെള്ളവും വളവും നൽകി വളർത്തുന്ന പാകിസ്ഥാൻ നിർത്തലില്ലാതെ ആവശ്യപ്പെട്ട വെടിനിർത്തൽ മനസ്സുകൊണ്ടുള്ള അവരുടെ തിരുത്തലാണെന്ന് പ്രതീക്ഷിക്കുന്നില്ല ഇന്ത്യ. അതുകൊണ്ടാണ് അതിർത്തിയിൽ സൈനിക വിന്യാസം രാജ്യം അവസാനിപ്പിക്കാത്തത്. പക്ഷെ അപ്പോഴും ചോദ്യം ബാക്കിയാണ്, ഇതുകൊണ്ടൊക്കെ പഠിക്കുമോ പാകിസ്ഥാൻ? ചെലവ് കൊടുത്ത പാകിസ്ഥാൻ ഇപ്പോഴും തീരുമാനിക്കുന്ന ഭീകര സംഘടനകളെ ആ രാജ്യം തള്ളിക്കളയും. 2 ദശകങ്ങൾക്ക് ശേഷം അവരൊക്കെ ഉയർച്ചെഴുന്നേൽക്കാൻ വീണ്ടും ആവർത്തിക്കുകയെ വരുന്നത്. ഇന്ത്യ ഇതുവരെ എടുക്കാത്ത അടുത്ത നിലപാട് തന്നെ സ്വീകരിക്കുന്നു ശാശ്വത പരിഹാരം. ഈ ചോദ്യങ്ങൾക്കൊപ്പം ഇന്ത്യൻ രാഷ്ട്രീയത്തിലും മറ്റു ചില ചോദ്യങ്ങൾ തുടങ്ങും. ഒറ്റക്കെട്ടായി രാജ്യം നിന്നു ഓപ്പറേഷൻ സിന്ധു എന്നപ്പോൾ ഇനി കേന്ദ്ര സർക്കാർ വീഴ്ച വരുത്തിയെങ്കിൽ അതും പരിശോധിക്കാമെന്ന് പ്രതിപക്ഷം പറയുന്നത് വെടിനിർത്തലിന് ശേഷമാണ്. വെടിനിർത്തൽ ആദ്യം പ്രഖ്യാപിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടി പഹൽഗാം തീവ്രവാദ ആക്രമണവും ഓപ്പറേഷൻ സിന്ധുവും ചർച്ച ചെയ്യാൻ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന് കോൺഗ്രസ് പറയുന്നതിനോട് BJP എന്ത് നിലപാട്? തകർത്ത പാക് സൈനിക കേന്ദ്രങ്ങളുടെ പട്ടിക എണ്ണി പറയുന്ന BJP ഇതുവരെ പഹൽഗാം ഭീകര പിടിയിലാകാത്തതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് എന്ത് മറുപടിയാണ് തയ്യാറാക്കുന്നത്? പഹൽഗാം ആക്രമണത്തിന് ശേഷം നടന്ന സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കാത്തതിനെതിരെയുള്ള പ്രതിപക്ഷ ചോദ്യങ്ങൾക്ക് കേന്ദ്ര സർക്കാർ BJPക്ക് മറുപടി നൽകാം.